ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിൽ അമീൻ. നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ജോബ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ജോബ് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു സംഗതിയാണ് റെസ്യൂമി, അല്ലെങ്കിൽ CV, കരിക്കുലം വീറ്റെ എന്ന് പറയും, അല്ലെങ്കിൽ ബയോഡാറ്റ. അറബിയിൽ നമുക്കതിനെ അൽ ബയാനാത്ത് ഷഖ്സിയ അൽ മുഫസ്സല എന്ന് പറയും CVക്ക്. അതുപോലെ തന്നെ റെസ്യൂമിക്ക് അൽ ബയാനാത്ത് അഷഖ്സിയ അൽ മുഖ്തസറ എന്ന് പറയും. പിന്നെ സീറാദാത്തിയക്ക് ബയോഡാറ്റ എന്നാണ് പറയുക. അപ്പോൾ ഈ CV ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക എന്ന് പലരും ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ റെസ്യൂമുകളും CVകളൊക്കെ ഉണ്ടാക്കി വെച്ച് പരിചയമുള്ള ആളുകളുണ്ടാവും. അറബിയിൽ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു CV ഉണ്ടാക്കുക, അതിൽ വേണ്ട ഡാറ്റാസ് എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ റെസ്യൂമി ചെയ്യുന്ന സമയത്ത് അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. ഉദാഹരണത്തിന് എൻ്റെ പേര് പറയുകയാണെങ്കിൽ ഫാദിൽ ബിൻ ഫൈസൽ. ഉപ്പയുടെ പേര് നമ്മൾ കൂട്ടി പറയണം, മനസ്സിലായോ? പെൺകുട്ടികൾ പറയുന്ന സമയത്ത് ഫാത്തിമ ബിൻത് അബ്ദുറഹ്മാൻ, ആയിഷ ബിൻത് മുഹമ്മദ് എന്നാണ് അറബിയിൽ നമ്മൾ എഴുതേണ്ടത്. ചില ജാമിയകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപ്പാൻ്റെയും വല്യപ്പാൻ്റെ പേര് ചോദിക്കും, 3 പേര് ചോദിക്കും. അപ്പോൾ സാറിൻ്റെ പറയുകയാണെങ്കിൽ ഫാദിൽ ബിൻ ഫൈസൽ ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉപ്പയുടെ പേര്, ഉപ്പാടെ പേരൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അടുത്തത് താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. അൽ ജിൻസ്, ജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നാണ്, നമ്മുടെ സെക്സ് ഏതാണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് ജിൻസ്. അൽ ഹാലത്തുൽ ഇജ്തിമാഇയ, മാരിറ്റൽ സ്റ്റാറ്റസ്. അവിടെ മുത്തസവ്വിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ആളാണ്. ഒരു മുത്തസവ്വിജ് വിവാഹം കഴിക്കാത്ത ആളാണ്. അപ്പോൾ പെൺകുട്ടികൾ പറയുമ്പോൾ മുത്തസവ്വിജത്തുൻ എന്ന് പറയാം, ഒരു മുത്തസവ്വിജത്തുൻ. ആൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിൽ മുത്തസവ്വിജ് എന്ന് പറയാം. ഇനി സിംഗിൾ ആണെങ്കിൽ ആസബ് എന്ന് പറയാം. അപ്പോൾ പെൺകുട്ടികൾ സിംഗിൾ ആണെങ്കിൽ ആസബത്ത് എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റായ പ്രയോഗമാണ്. ഒരു മുത്തസവ്വിജത്തുൻ എന്നാണ് പറയേണ്ടത്. അൽ ഉൻവാനുൽ കാമിൽ, ഫുൾ അഡ്രസ്സ്, വീട്ടഡ്രസ്സാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഉൻവാനുൽ കാമിൽ. ഇപ്പോൾ ചില സ്ഥലത്ത് അൽ ഉൻവാനു ദായിം എന്ന് കാണാം. അൽ ഉൻവാനു ദായിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് അഡ്രസ്സ്. അൽ ഉൻവാനുൽ മുവക്കത്ത്, മുവക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി അഡ്രസ്സ്. ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസിക്കുന്ന സമയത്ത് നമ്മൾ ടെമ്പററി അഡ്രസ്സ് കൊടുക്കും. പക്ഷെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള അഡ്രസ്സ് വേറെ ആയിരിക്കും, മനസ്സിലായോ? അപ്പം അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ അൽ ഉൻവാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ അഡ്രസ്സ്, അത് വീട്ടും പേര് എഴുതാനുള്ളതാണ്, വീട്ടും പേര്. ചില സ്ഥലത്ത് അൽ ഉൻവാനു ദായിം എന്ന് കാണാം, പെർമനൻ്റ് അഡ്രസ്സ്. ചിലയിടത്ത് അൽ ഉൻവാനുൽ മുവക്കത്ത് എന്ന് കാണാം, ടെമ്പററി അഡ്രസ്സ്. പിന്നെ റഖബുൽ ജവാൽ, മൊബൈൽ നമ്പർ. ബരീദുൽ ഇലക്ട്രോണി, മെയിൽ ID. സിൻഫു ബിത്താക്ക ഹുവിയ, ID കാർഡ്. ഏത് രൂപത്തിലുള്ള ID കാർഡാണ് ഉള്ളത്? ആധാർ ആണെങ്കിൽ ആധാർ, ഇനി അതല്ല പാൻ കാർഡാണെങ്കിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ID കാർഡുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാമല്ലോ. അപ്പം നിങ്ങൾ ഏത് ജോബാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബിത്താക്ക ഹുവിയ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ റഖമു ബിത്താക്ക ഹുവിയ, ID കാർഡ് നമ്പർ എത്രയാണ് നമ്മളവിടെ എഴുതണം. അൽ മിഹിന, പ്രൊഫഷൻ ഏതാണെന്ന് എഴുതണം, പ്രൊഫഷൻ. അതുപോലെ തന്നെ അൽ മുഅഹിലാത്തു തഅലീമിയ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്. അൽ മുഅഹിലാത്തു തഅലീമിയ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. മുഅഹിലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള അർത്ഥത്തിനാണ് അൽ മുഅഹിലാത്തു തഅലീമിയ എന്ന് പറയുന്നത്. അൽ ഖിബറാത്തുൽ അമലിയ, ജോബ് എക്സ്പീരിയൻസ്. മുന്നേ ഏതെങ്കിലുമൊക്കെ ജോലിയിലോ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. നമ്മൾ എവിടെ ജോലി ചെയ്താലും, 1 month ജോലി ചെയ്താലും, 2 month ജോബ് ചെയ്താലും, 6 month ജോബ് ചെയ്താലും, 1 year 2 year ജോബ് ചെയ്താലും
ആ സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു വരുന്ന സമയത്ത് അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം. അത് വാങ്ങിയിരിക്കണം, കമ്പൽസറിയാണ്. മനസ്സിലായി? അപ്പോൾ അൽ ഖിബറാത്തുൽ അമലിയ, നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് എത്രയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക. അൽ മഹാറാത്ത്, നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്. സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടാവും, ലാംഗ്വേജ് സ്കില്ലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവും, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും, അങ്ങനെ തുടങ്ങി കമ്പ്യൂട്ടർ സ്കില്ലുണ്ടാവും, എക്സൽ, വേഡ്, പവർ പോയിൻ്റ്, AI, അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അൽ ഹിവായാത്ത് വൽ ഇഹ്തിമാമാത്ത്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്. അതിനുശേഷം അൽ ലുആത്ത്, ലാംഗ്വേജസ്, ഏതൊക്കെ ലാംഗ്വേജാണ് നിങ്ങൾക്കറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ ലാംഗ്വേജ് അറിയുന്നത് അതിനനുസരിച്ച് അവർക്ക് ജോലി സാധ്യത കൂടുതലാണ്. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു 6 മന്ത് ഫോക്കസ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജുകൾ അക്വയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിലായോ? വസായിലു തവാസുൽ ഇജ്തിമായി, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ലെവലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റ ID ഒന്നും കൊടുക്കരുത്, ലിങ്ക്ഡിൻ അക്കൗണ്ട് കൊടുക്കാം. ചില എന്താ പറയുക, കമ്പനികൾ നമ്മൾ FB ID ചോദിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യാണ്. പക്ഷെ അതിന് പകരം നമ്മളുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതിൽ നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അവസാനത്താണ് അൽ മുറാജ. മുറാജ എന്ന് പറഞ്ഞാൽ റെഫറൻസ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരാൾക്ക് ജോബ് കിട്ടി, നിങ്ങൾ അൽ-ലിയൂൻ അക്കാഡമിയിൽ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്ത വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് റെഫറൻസ്, എൻ്റെ പേര് ഇതും ഫാദിൽ ബിൻ ഫൈസൽ, അക്കാഡമിൻ്റെ മെയിൻ തസ്തികയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഈ കുട്ടി ഞങ്ങൾ അക്കാഡമിയിൽ നിന്ന് ഇന്ന കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എൻ്റെ നമ്പറും എൻ്റെ മെയിൽ ID അതിൽ കൊടുക്കും. അപ്പോൾ ഇവരിത് റെഫർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മെയിൽ ID ആണ് കിട്ടുക. അപ്പോൾ അതിലേക്ക് അവർ മെസ്സേജ് അയക്കും, ഈ കുട്ടി എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ എഴുതുന്ന അതാണ് റെഫറൻസ്. നമുക്ക് ലൈഫിലൊരു എപ്പോഴും നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ റെഫർ ചെയ്യാനുണ്ടായിരിക്കും, നല്ലതാണ്. അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന സാറന്മാരാവാം, അതല്ലെങ്കിൽ വിദേശത്ത് നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ് ആവാം. അപ്പോൾ നല്ല അക്കാഡമിക് റിലേഷൻഷിപ്പുകൾ നമ്മുടെ അക്കാഡമിക് ജേണിയിൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു CV എല്ലാവരും തയ്യാറാക്കിയിട്ട് അയച്ചു തരും ചെയ്യാം കേട്ടോ. Al Oyun Academy, connecting 1 million hearts with Arabic.